അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവെക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൻ്റെയും തൃപ്തിയുടെയുമൊക്കെ ഭവനമാണ് സ്വർഗം എന്നുള്ളത്. ആ സ്വർഗീയമായ അനുഭൂതികളും ആനന്ദങ്ങളും സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല നൽകുന്ന വലിയൊരു സമ്മാനമാണ്. വിശുദ്ധ ഖുർആൻ അതിലേക്ക് ഒരുപാട് സൂചനകൾ നമുക്ക് വ്യക്തമാക്കി അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലും ഹദീസുകളിലും അതിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അതൊക്കെയും അള്ളാഹുവിൻ്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട് നമ്മളോട്. കാരണം സൂറത്തുൽ ഇസ്രായിൻ്റെ 1-ാമത്തെ ആയത്തിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ, ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ആ അബ്ദിന് മുത്തുനബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഇസ്രാ നടത്തിയത് എന്ന് ആയത്ത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നബി തങ്ങൾക്കത് കണ്ടിട്ടുണ്ട്. സ്വർഗീയമായ ആ സുഖങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു, മനസ്സിലാക്കി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇസ്രാ നടത്തപ്പെട്ടപ്പോൾ എനിക്ക് സ്വർഗത്തിലെ 4 പുഴകൾ കാണിച്ചു. വെള്ളത്തിനാലുള്ള ഒരു പുഴ, അതുപോലെ പാലിനാലുള്ള പുഴ, അതുപോലെ മദ്യത്തിൻ്റെ പുഴ, അതുപോലെ തേനിൻ്റെ പുഴ. ഈ 4 പുഴകൾ എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു. കാരണം ഖുർആൻ അത് സംബന്ധിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സൂറത്തു മുഹമ്മദിൻ്റെ 15-ാം ആയത്തിൽ, മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാർ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശാരിബീൻ വഅൻഹാറും മിൻ അസലിൻ മുശഫ്ഫ. ഈ പുഴകൾ, ഇത് ഖുർആൻ പറയുകയാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, മിൻ ഐന തജിയ ആദിൽ അൻഹാർ വ ഇല ഐന തദ്ഹബു, എവിടെന്നാണ് ജിബ്രീലെ ഈ പുഴ ഒഴുകി വരുന്നത്? ഇത് എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ പുഴകളൊക്കെ ഹൗദുൽ കൗസറിലേക്കാണ് ചെന്ന് തരുന്നത്. ഹൗദുൽ കൗസർ ആവട്ടെ അള്ളാഹിൻ്റെ റസൂലിക്ക് അള്ളാഹു കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഖുർആൻ പറയുന്നുണ്ട്. ആ ഹൗദുൽ കൗസറിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇത് എവിടെ നിന്നാണ് വരുന്നത് എനിക്കറിയില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറയാൻ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, ഫഅസ്അലു മിനല്ലാഹി ഹത്താ യുഅല്ലിമുക വയുരീക, അതിന് അങ്ങക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. അങ്ങനെ ഒരു മലക്ക് വരികയാണ്. ഒരു മലക്ക് വന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് പറയാണ്, വമ്മിൽ ഐനൈക്, നബി അങ്ങയുടെ കണ്ണങ്ങ് ചിമ്പുക. ഫഗമൽതു ഐനയ്യ, എൻ്റെ 2 കണ്ണും ഞാൻ ചിമ്പി അടച്ചു. ഫകാല, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇഫ്തഹ്, നിങ്ങൾ കണ്ണ് തുറക്കുക. അങ്ങനെ ഫഫതഹ്തു, ഞാൻ കണ്ണ് തുറന്നപ്പോൾ ഫൈദൻ അന ഇൻദ ഷജറത്തിൻ
ഞാനൊരു മരത്തിൻ്റെ അടുക്കലാണ്. നബി തങ്ങൾ പറയാണ്, കണ്ണ് ഞാൻ തുറന്നപ്പോൾ ഞാനൊരു മരത്തിൻ്റെ അടുക്കലാണുള്ളത്. അങ്ങനെ ഞാനതിൻ്റെ ആ മരത്തിൻ്റെ അടുക്കൽ ഞാനൊരു വെള്ള മുത്തിലാനുള്ള ഒരു കുബ്ബ കണ്ടു, ഒരു മുനാരം കണ്ടു. അതിന് പച്ച മരതകത്തിനാലുള്ള വാതിലുകളുണ്ട്, അതിന് പൂട്ടുമുണ്ട്. ചുവന്ന സ്വർണത്തിനാലുള്ള പൂട്ട് ആ വാതിലുണ്ട്. അങ്ങനെ ആ പൂട്ട് എങ്ങനെയാണ് തുറന്നത്? ആ വാതിൽ എങ്ങനെയാണ് തുറന്നത്? ആ വാതിൽ തുറക്കാനുള്ള ഒരു താക്കോൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എന്നോട് മലക്ക് ചോദിച്ചു, ലിമലാ തദ്ഖുൽ അഫിയാ, എന്തേ നബി അങ്ങ് ആ കോട്ടയുടെ ഉള്ളിൽ അങ്ങ് എന്തുകൊണ്ട് പ്രവേശിച്ചില്ല? അപ്പോൾ ഞാൻ പറഞ്ഞു, കൈഫ അദ്ഖുൽ വഅലാ ബാബിഹാ കുഫ്ലുൻ, ഞാനെങ്ങനെ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കും? അതിൻ്റെ വാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, ഞാനെങ്ങനെ പ്രവേശിക്കും? അപ്പോൾ മലക്കെന്നോട് പറഞ്ഞു, നബിയെ, അതിൻ്റെ ആ പൂട്ടാണ് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, അതാണ് എൻ്റെ പൂട്ട്. ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങോട്ട് ചൊല്ലിയപ്പോൾ അങ്ങനെ വാതിൽ അങ്ങോട്ട് തുറന്നു, പൂട്ട് തുറന്നു. ഞാൻ അതിൽ പ്രവേശിച്ചു. അങ്ങനെ ഞാൻ അതാ ആ കുബ്ബയുടെ 4 ഭാഗങ്ങൾ, തൂണുകൾ ഞാൻ കണ്ടു. ഞാൻ പുറപ്പെടാൻ ഉദ്ദേശിച്ചപ്പോൾ മലക്കെന്നോട് ചോദിച്ചു, അങ്ങ് കണ്ടില്ല നബിയെ? അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു, നബിയെ അങ്ങ് ഒന്നും കൂടെ നോക്കിക്കോളൂ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഫൈദാ അലാ അർക്കാനിൽ കുബ്ബത്തി, ഈ കുബ്ബയുടെ തൂണുകളിലുണ്ട് മക്തൂബുൻ, എഴുതപ്പെട്ടിട്ടുണ്ട് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെള്ളത്തിൻ്റെ പുഴ കണ്ടു. യഖ്റുജു, അത് പുറപ്പെടുന്നത് മിൻ മീമിൽ ബിസ്മില്ലാ, ബിസ്മില്ലയിലുള്ള മീമിൽ നിന്നാണ് വെള്ളത്തിൻ്റെ പുഴ പുറപ്പെടുന്നത്. അതുപോലെ വനഹ്റുൽ ലബനി, പാലിൻ്റെ പുഴ ഞാൻ കണ്ടു. അത് മിൻ ഹാ ഇല്ല, അല്ലാഹു എന്നുള്ള ഹാ ഇൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. വനഹ്റുൽ ഖംരി, മദ്യത്തിൻ്റെ പുഴ ഞാൻ കണ്ടു. മിർ റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിലെ റഹ്മാൻ എന്ന് പറയുന്ന മീമിൽ നിന്നാണത് പുറപ്പെടുന്നത്. വനഹ്റുൽ അസലി, തേനിൻ്റെ പുഴ ഞാൻ കണ്ടു. മിർ റഹീം, റഹീമിൻ്റെ മീമിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. ഫറഫ്തു, ഞാൻ അറിഞ്ഞു, അന്ന മഅഖദ ആദിൽ അൻഹാർ, ഈ പുഴകളെല്ലാം പുറപ്പെടുന്നത് അത് മിനൽ ബസ്മലതി, ബിസ്മിയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അല്ലാഹു പറഞ്ഞു, യാ മുഹമ്മദ് നബിയെ, മൻ സക്കറനി ബിആദിൽ അസ്മാഇ മിൻ ഉമ്മത്തിക, അങ്ങയുടെ സമുദായത്തിൽ നിന്ന് ഈ പേരുകൾ കൊണ്ട് എന്നെ ഓർത്താൽ ഫഇന്നി അസ്ഖീഹി മിൻ ആദിൽ അൻഹാർ, ഈ പുഴയിൽ നിന്ന് ഞാൻ അവനെ കുടിപ്പിക്കുമെന്ന് പരിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മിഅ്റാജിലെ വലിയ ഒരു കാഴ്ചയാണ്, ബിസ്മിയുടെ പ്രത്യേകതയാണ്. ബിസ്മിയിൽ നിന്നാണ് 4 പുഴകൾ ഒഴുകുന്നത്. അതുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന ബിസ്മി ആത്മാർത്ഥമായിട്ട് ചൊല്ലുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അവർക്കൊക്കെ നല്ല അവസരങ്ങൾ, ഇങ്ങനെയുള്ള നന്മകൾ മനസ്സിലാക്കാൻ ഉണ്ടാവട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.